എക്സിറ്റ് പോൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി തർക്കത്തിനൊപ്പം മന്ത്രിസഭയിൽ ആരൊക്കെ എന്ന ചർച്ചകൾ അണിയറയിൽ സജീവം. മന്ത്രിസഭയെ തീരുമാനിക്കുന്നതും ഒഴിവാക്കപ്പെടുന്നവരെ അനുനയിപ്പിക്കുന്നതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് സൂചന. അതേസമയം തുടർഭരണത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന CPM ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ചർച്ചകളിലേക്ക് പോലും കടക്കുന്നില്ല. ഇതിനിടെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരോട് നന്ദി പറഞ്ഞിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങിയത്. വിശദാംശങ്ങളും വിശകലനങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, എക്സിറ്റ് പോളിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ എക്സിറ്റ് പോളുകളെ തള്ളുകയാണ് ഇടതുമുന്നണി. മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം ആരൊക്കെ മന്ത്രിസഭയിലേക്കുണ്ട് എന്ന് ഒരു പടി കൂടി കടന്ന് UDF ചിന്തിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന ആകാംക്ഷയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം തന്നെ കേരളം ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും അമ്പലി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ മുന്നണികൾക്കൊക്കെയും ഒരു വലിയ ആശങ്കയായിരുന്നു. ആർക്കൊക്കെ എത്രയൊക്കെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് പോളിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള കുറവ് എങ്ങനെ പ്രതിഫലിക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്ന 2 ദിവസം നോക്കുകയാണെങ്കിൽ സജീവമായ ചർച്ചകൾ ഇടകൊണ്ട് കോൺഗ്രസ് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിലയിരുത്തുകയും അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ ചർച്ചകൾ തുറന്നു വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടുകൂടി അത് UDFന് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എന്ന രീതിയിലുള്ള ഫലങ്ങൾ പുറത്തു വരുന്നു. ഏറ്റവും കൂടുതൽ സീറ്റ് UDFന് ലഭിക്കും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ആ രീതിയിൽ പറയുക കൂടി ചെയ്യുമ്പോഴാണ് ചർച്ചകൾ, മുഖ്യമന്ത്രി ചർച്ചകളും അതുപോലെ തന്നെ നേരത്തെ അമ്പലി സൂചിപ്പിച്ചതുപോലെ ഒരു പടി കടന്നുകൊണ്ടുള്ള മന്ത്രിസ്ഥാനത്തേക്ക് മന്ത്രിമാർ ആരൊക്കെ ആകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും വരുന്നത്. ഏകദേശം 100 സീറ്റുകൾ തന്നെയാണ് UDF ഇപ്പോഴും വിലയിരുത്തുന്നത് തങ്ങൾക്ക് ലഭിക്കും. 100 സീറ്റുകൾ അടുത്ത് തങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം അവർ വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ ആരൊക്കെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകണം എന്ന കാര്യത്തിൽ വരെ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഘടകകക്ഷികൾ ആർക്കൊക്കെ, ഘടകകക്ഷികളുടെ കാര്യം നേരത്തെ തന്നെ അറിയാം. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് മറ്റ് സീറ്റുകളിലേക്കാൾ ഉൾപ്പെടെ ആരെയൊക്കെ, കോൺഗ്രസിൽ നിന്ന് ആരെയൊക്കെ പരിഗണിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 3 പേർ യോഗ്യരായി വിചാരിക്കുന്ന 3 പേർ മുഖ്യമന്ത്രിമാരായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ അവരവരുടെ ഗ്രൂപ്പുകൾ തന്നെ ഈ മത്സരങ്ങൾ അല്ലെങ്കിൽ അവർ തങ്ങളുടെ വാഴ്ത്തുപാട്ടുകളുമായി മുന്നിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, ഇനി മുഖ്യമന്ത്രി ആകാതെ മാറി നിൽക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഏതും വകുപ്പുകൾ നൽകി അവരെ സമാധാനപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളും ഒപ്പം തന്നെയാണ് 20 മന്ത്രിമാരുള്ള മന്ത്രിസഭയാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ആ മന്ത്രിസഭയിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം. ഏകദേശം 100 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കാൻ, 100 സീറ്റുകൾക്കടുത്ത് കോൺഗ്രസ് വിജയിക്കുമ്പോൾ 50ഓളം കോൺഗ്രസ് പ്രവർത്തകർ അല്ലെ 50ഓളം സീറ്റുകളിൽ കോൺഗ്രസിന് ജയമുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 50 പേരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിൽ ഏറ്റവും പ്രമുഖരായ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ തഴയണം, അവരെ എവിടെയൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസിന് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഭരണം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമാവുകയാണെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെ ആയിരിക്കും. അതിനെ എങ്ങനെ ഇപ്പോൾ അതിജീവിക്കാൻ ഇപ്പോൾ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതേ സമയത്ത് തന്നെയാണ് 75 സീറ്റെങ്കിലും നിലനിർത്തിക്കൊണ്ട് തങ്ങൾക്ക് ഭരണത്തിൽ തുടർ ഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് LDF വെച്ചു പുലർത്തുന്നത്. CPM ഏറ്റവും പ്രധാനമായും കരുതുന്നത് തങ്ങൾക്ക് തുടർഭരണം ഉണ്ടാവും. മറ്റ് ചിന്തകളൊന്നും തന്നെ അവരുടെ ഇപ്പോഴുള്ള ചർച്ചകളിലൊന്നും തന്നെ ഇല്ല. ആരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം. മുഖ്യമന്ത്രി പോലും ഇന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം തിരികെ വരുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. അത് തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് നയിക്കുക എന്ന കാര്യത്തിൽ ഇന്നും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്നും പ്രസംഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു തങ്ങളെ പിണറായി വിജയൻ തന്നെ നയിക്കും എന്ന കാര്യം വെച്ചു. എന്നാൽ പ്രതിപക്ഷത്തേക്ക് തങ്ങൾ പോവുകയാണെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ അവിടെയും സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ആ ചർച്ചകളൊന്നും തന്നെ LDF ഇതുവരെയും എടുത്തിട്ടില്ല. തുടർ ഭരണം തങ്ങൾക്കുണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ തവണയും തങ്ങൾക്ക് തുടർഭരണം ഉണ്ടാകും, അതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇത്തവണയും അവർ തുടർഭരണം എന്നതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും മുന്നോട്ട് വെക്കാതെയാണ് പോകുന്നത്. എന്ത് തന്നെയായാലും പിണറായി വിജയൻ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രതിപക്ഷത്താണെങ്കിൽ ഒരു പക്ഷേ 2 വർഷക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തിന് അനാരോഗ്യം കൂടി ആരോഗ്യ സ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പക്ഷേ
2 വർഷമെങ്കിലും പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷ നേതാവായി തുടരും എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ആരെ വേണം എന്നത് സംബന്ധിച്ച് വിവിധ നമുക്കറിയാം പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ, അങ്ങനെ ഒരു നിര തന്നെ അവിടെയുണ്ട്. അതിൽ ആർക്കും ഒരു പക്ഷേ ആ 2 വർഷത്തിന് ശേഷം വരാൻ സാധിക്കും എന്ന ഒരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇതുവരെയും CPM അല്ലെങ്കിൽ LDF CPM പോയിട്ടില്ല എന്നതാണ്. തുടർ ഭരണം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. ഈ 2 മുന്നണികളും ജയം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതേ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി 2 നാൾ മാത്രമാണ് ശേഷിക്കെയുള്ളത്. മുന്നണി നേതൃത്വങ്ങൾ വലിയ ആത്മവിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നെഞ്ചിടിപ്പുമേറുകയാണ്. മെയ് 4 ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വ്യക്തമായ ഫലം അറിയാമെങ്കിലും സ്ഥാനാർത്ഥികളും പാർട്ടി നേതൃത്വങ്ങളും ഒക്കെ പലതവണ കണക്കെടുത്ത് കഴിഞ്ഞതാണ്. ബൂത്ത് തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതാണ് ആരായിരിക്കും മുഖ്യമന്ത്രി, ആ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരായിരിക്കും, ഒപ്പം പ്രതിപക്ഷത്തെ നയിക്കുക ആരാണ് എന്നുള്ളതൊക്കെ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.